കുൽഷോവ് ഇഫക്റ്റ്. നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങൾ സിനിമ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാം. പക്ഷേ ഈ പേര് കേട്ടിട്ടുണ്ടാവില്ലെന്നേ ഉള്ളൂ. സിനിമയിൽ ഉപയോഗിക്കുന്ന ഈ ഇഫക്റ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇതൊരു ഫിലിം തിയറിയാണ്. നാം സിനിമയിൽ കാണുന്ന ഒരു ഷോട്ടിന്റെ അർത്ഥം നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുന്നത് അതിന് പുറകെ വരുന്ന മറ്റൊരു ഷോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള തിയറിയാണ് കുൽഷോവ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞ സിനിമയെ കുറച്ച് ചിത്രങ്ങളായിട്ട് നമ്മൾ കാണുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഷോട്ട് ബൈ ഷോട്ട് ആയിട്ട് കാണുകയാണെന്ന് വിചാരിക്കാം. അതായത് രണ്ട് പിക്ചേഴ്സ് ഒരുമിച്ച് കാണുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിൻ സബ് കോൺഷ്യസ്ലി നമുക്ക് വേണ്ടി ഒരു കഥ ഉണ്ടാക്കി തരും. ഇനിയും നമ്മൾ ഇതൊരു സിനിമാറ്റിക് കോൺസെപ്റ്റിൽ പറയുകയാണെങ്കിൽ ആദ്യത്തെ ഷോട്ടിൽ നമ്മൾ കാണുന്നത് മീഡിയം ഷോട്ടിൽ ഒരു മധ്യവയസ്കനായ ഒരാളുടെ മുഖമാണെന്ന് കരുതുക. അദ്ദേഹം എവിടേക്കോ നോക്കി നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു നിസ്സംഗത ഭാവമാണ് മുഖത്തുള്ളതെന്ന് കരുതുക. നമ്മൾ ആദ്യത്തെ ഷോട്ടിൽ അത് കണ്ടു കഴിഞ്ഞു. രണ്ടാമത്തെ ഷോട്ടിൽ നമ്മൾ കാണുന്നത് നല്ല സുഗമമായ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ചിക്കൻ ഫ്രൈ എടുത്ത് കഴിക്കുന്ന ഒരാളെയുമാണ് എങ്കിൽ നമ്മുടെ ബ്രെയിൻ മനസ്സിലാക്കുക ആ മധ്യവയസ്കന്റെ വിശപ്പും കൊതിയുമായിരിക്കും. ഈ രണ്ടാമത്തെ ഷോട്ട് ഒന്ന് മാറ്റിപ്പിടിക്കാം. ഫസ്റ്റ് ഷോട്ട് ഇതേപോലെ തന്നെ ഈ മധ്യവയസ്കൻ, രണ്ടാമത്തെ ഷോട്ട് ഒരു കിൻഡർ ഗാർഡനിൽ കുറച്ച് കൊച്ചുകുട്ടികൾ കളിക്കുന്നു. ഇവിടെ നമ്മുടെ ബ്രെയിൻ ഉണ്ടാക്കുന്ന സ്റ്റോറി മറ്റൊന്നായിരിക്കും. ചിലപ്പോൾ അയാൾക്കൊരു മകനുണ്ടായിരിക്കും. ആ മകനെ കാണാൻ അയാൾക്ക് സാധിക്കാത്തതിലുള്ള വിഷമമായിരിക്കാം ഈ കുട്ടികളിലേക്ക് അയാളുടെ ശ്രദ്ധ കൊണ്ടുവന്നു എന്നുള്ളതായിരിക്കും. ഇനി നമുക്ക് ഈ സിറ്റുവേഷനെ വീണ്ടും മാറ്റാം. ആദ്യത്തെ ഷോട്ടിന് ഒരു മാറ്റവുമില്ല, എന്നാൽ രണ്ടാമത്തെ ഷോട്ട് വീണ്ടും മാറ്റുന്നു. ഇപ്രാവശ്യം നമുക്ക് രണ്ടാമത്തെ ഷോട്ടിൽ ഒരു മൃതദേഹം കാണിക്കാം. വെള്ള തുണി കൊണ്ട് പൊതിഞ്ഞ ഒരു ബോഡി, അവിടെ ചുറ്റിനുമിരുന്ന് കരയുന്ന ആൾക്കാർ. നമ്മൾ ആദ്യത്തെ ഷോട്ടിലുള്ള മധ്യവയസ്കനെ ഇപ്പോൾ കാണുന്നത് അദ്ദേഹം തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ മരണത്തിൽ പങ്കെടുത്ത് അടുത്തേക്ക് പോകാൻ പോലും പറ്റാതെ വേദനയോടുകൂടി മാറി നിശബ്ദനായി നിൽക്കുന്ന ഒരാളായിട്ടായിരിക്കും നമ്മൾക്ക് കാണാൻ സാധിക്കുക. ഇനി നമുക്ക് ഈ സിറ്റുവേഷനെ വീണ്ടും മാറ്റാം. ആദ്യത്തെ ഷോട്ടിന് ഒരു മാറ്റവുമില്ല. രണ്ടാമത്തത് തുറന്നിട്ട കതകിന്റെ വിടവിലൂടെ ഒരു സ്ത്രീ ഡ്രസ്സ് മാറുന്നതാണ് കാണിക്കുന്നതെങ്കിൽ നമ്മുടെ ബ്രെയിൻ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്തുണ്ടാക്കുന്ന കഥ എന്ന് പറയുന്നത് മറ്റൊന്നായിരിക്കും. സ്ത്രീകള് ഡ്രസ്സ് മാറുന്ന അവരുടെ സ്വകാര്യതയിലേക്ക് നോക്കുന്ന ഒരു ആഭാസനായി ആ മിഡിൽ ഏജ്ഡ് മാനെ ചിത്രീകരിച്ചു തരാൻ ബ്രെയിനിന് ഈ ഒരു രണ്ടാമത്തെ ഷോട്ട് മാത്രം മതി. ഈ തിയറി എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ വേണ്ടി ഡയറക്ടർ ഹിച്ച്കോക്ക് പണ്ട് തന്നെ ഒരു വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൽ അഭിനയിച്ചിരിക്കുന്നതും അദ്ദേഹം തന്നെയാണ്. Now we cut back to his reaction to what he said. Now we cut his smile. Now what is he as a character? He's a kindly man. ആ വ്യക്തി ഒരു ദയാലുവും സ്നേഹസമ്പന്നനുമാണ് എന്നുള്ളതാണ്. എന്നാൽ ഇതേ ഫസ്റ്റ് ഷോട്ട് തന്നെ വെച്ചുകൊണ്ട് വീണ്ടും അദ്ദേഹം സെക്കൻഡ് ഷോട്ട് മാറ്റി കാണിക്കുന്നു. Now we'll put in a piece of film of a girl in a bikini. He looks, girl in a bikini, he smiles. What is he now? The dirty old man. He's no longer the benign gentleman. ആദ്യത്തെ സീക്വൻസിൽ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന്റെ സ്നേഹവും വാത്സല്യവും ഒക്കെ ആണെങ്കിൽ രണ്ടാമത്തെ സീക്വൻസ് നമ്മളോട് പറഞ്ഞു വെക്കുന്നത് അദ്ദേഹത്തിന്റെ വൃത്തികെട്ട ചിന്താഗതിയുടെ രൂപമാണ്. കുൽഷോവ് എന്ന സംവിധായകന്റെ പരീക്ഷണത്തിലാണ് ഈ കുൽഷോവ് എഫക്റ്റ് ഉണ്ടാകുന്നത് തന്നെ.